ഫെബ്രുവരി 1-ന് മേഖലാ ജാഥ തുടങ്ങുന്നതിന് മുൻപ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാനാണ് CPIM-ന്റെ തീരുമാനം. CPI-യുടെയും CPIM-ന്റെയും ഗൃഹസമ്പർക്കം ഈ മാസം 15-ന് ആരംഭിക്കും. 9-ന് ചേരുന്ന LDF യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ചർച്ചയാകാനിടയുണ്ട്. TV പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഒട്ടും വൈകിക്കൂടാ. കോൺഗ്രസ് ഒക്കെ ഒരുപാട് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുമ്പോഴേക്ക് കളം നിറയണം LDF-നും. അപ്പോൾ യോഗങ്ങളിൽ എങ്ങനെയൊക്കെ തീരുമാനമുണ്ടാകും? എത്ര പെട്ടെന്ന് അത് ഉണ്ടാവേണ്ടതുണ്ട്? എന്താണ് LDF ക്യാമ്പിന്റെ നീക്കം? ഒട്ടും വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് നീങ്ങാനാണ് LDF-ന്റെ നീക്കം, റോഷ്നി. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ജനുവരി 2-ാമത്തെ ആഴ്ചയാണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. സാധാരണ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിലാണ് ചേരാറുള്ളതെങ്കിൽ ഇത്തവണ കേരളത്തിൽ ചേരാനുള്ള കാരണം ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേക സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ്. ഇതുമാത്രവുമല്ല, മറ്റ് ജാഥകൾ തുടങ്ങാനുണ്ട്. അതുപോലെ ഗൃഹസമ്പർക്ക പരിപാടിയിലേക്ക് കടക്കാനുണ്ട്. മാത്രവുമല്ല, നിലവിൽ SIR-മായി ബന്ധപ്പെട്ട നടപടികൾ ഒരുപാട് പുരോഗമിക്കുന്നതിനിടെ എല്ലാ പാർട്ടി ഘടകങ്ങളും അവരുടെ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാത്ത വിധമുള്ള ഇടപെടലുകൾ അതാത് പ്രദേശങ്ങളിൽ നടത്തുന്നുണ്ട്. എല്ലാ ആളുകൾക്കും വോട്ടുണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാർട്ടിയും മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ജാഥ തുടങ്ങുന്നതോടുകൂടി പരസ്യ പ്രചരണത്തിന് തുടക്കമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനു മുമ്പാകെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗമുണ്ട്, LDF-ന്റെ യോഗമുണ്ട്, CPI-യുടെ യോഗം പിന്നാലെ വരും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് LDF-ന് അതിനിർണായകമാണ്. കാരണം 3-ാമത്തെ ടേം വന്ന് ചരിത്രം സൃഷ്ടിക്കുക എന്നതിലുപരിയായി ഇത്തവണ ഇവിടെ തോറ്റു കഴിഞ്ഞാൽ രാജ്യത്ത് CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് LDF-ന്റെ മുന്നിലുള്ള CPM-ന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായി നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. CPIM-ന്റെയും LDF-ന്റെയും എല്ലാം സംഘടനാ സംവിധാനം അനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് ഏകോപിപ്പിക്കാനും വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കാനും വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം മതി. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ തിരിച്ചടി ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ല എന്ന ഒരു മുന്നൊരുക്കത്തോടു കൂടിയാണ് LDF-ഉം CPIM-ഉം മുന്നോട്ട് പോകുന്നത് എന്നതാണ്. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് പൊടിപാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞു, റോഷ്നി. യെസ്, അപ്പോ നമ്മൾ കാത്തിരിക്കുകയാണ്. ആവേശകരമായി തന്നെ മുന്നണികളെല്ലാം ഇറങ്ങാനുള്ള സമയം അത് അടുത്തു കഴിഞ്ഞിരിക്കുകയാണ്.